കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ ദൈവവചന ശുശ്രൂഷയുമായി റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസലിൻ സിസ്റ്റർ, മറ്റ് അഡ്മിന്മാര്, ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് ഈ സായാഹ്ന വേളയിൽ അല്പസമയങ്ങൾ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു സാവകാശം നൽകപ്പെട്ടതോർത്ത് കർത്താവിന് നന്ദി പറയുകയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനമറിയിക്കുകയും ചെയ്യുന്നു. വിശിഷ്യ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്തൃശുശ്രൂഷയിൽ അനേകർക്ക് ഒരുക്കുന്ന വേദികൾ ഈ റോസ് ഫാമിലി എന്ന ഗ്രൂപ്പിൽ തുടർമാനമായി ദൈവവചന ശുശ്രൂഷകളും ആരാധനയും ആ നിലകളിൽ നടക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് ലൈവായി ഈ ശുശ്രൂഷ നടക്കുന്നതിന്റെ പിൻപിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ സത്യങ്ങൾ അറിയാത്തവരറിയണം, അറിഞ്ഞവർ ആത്മീകമായി പുതുക്കം പ്രാപിക്കണം. പിന്മാറിയോ ക്ഷീണിച്ചോ പരാജയപ്പെട്ടോ ഒക്കെ നിൽക്കുന്നവർ ഒന്നുകൂടെ ശക്തരായി മുൻപോട്ട് വരണം. ഒരന്ത്യകാല ശുശ്രൂഷയുടെ സമയമാണിത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ സമയമെടുത്തു കർത്താവ് വരാറായി എന്നൊക്കെ പറഞ്ഞ് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ചുമ്മാതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, ആ കാലം പോയി. ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത സത്യങ്ങളും പ്രവചനങ്ങളും വ്യക്തമായി നമ്മുടെ കൺമുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലം പോലെ മറ്റൊരു കാലമില്ല. വചന സത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് നാം ജീവിക്കുന്ന ഈ കാലം. നമ്മുടെ കൺമുൻപിൽ അരുമനാഥന്റെ കാൽപ്പര്യമാറ്റം എത്രയും വേഗം കേൾക്കുമെന്നുള്ളത് തിരുവചന പ്രവചനങ്ങളുടെ വ്യക്തമായ നിറവേറലുകളായി നാം അടുത്ത നിമിഷങ്ങളിൽ കാണുവാൻ പോകുകയാണ്. ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം മഹായുദ്ധങ്ങളല്ല, വരുവാൻ പോകുന്ന ഏതെങ്കിലും മറ്റൊരു സംഭവമല്ല. മറിച്ച് പറയട്ടെ, ഏറ്റവും അതിപ്രധാനമായ സംഭവം നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവാണ്. ദൈവവചനത്തിന്റെ സത്യങ്ങൾ അതിന് നേരെ വിരലി ചൂണ്ടുമ്പോൾ ഈ വചന സത്യങ്ങളെ മറികടക്കുവാൻ ഇത് ശ്രദ്ധിക്കുന്ന ആർക്കും കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതം ഒന്ന് അടിപണിയുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിലയേറിയ അവസരമാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നത്. ഇത് ശ്രദ്ധിക്കുവാൻ അവസരമെടുക്കൂ, നിങ്ങളുടെ ജീവിതം ധന്യമാക്കൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അതിന്റെ 17-ാം അധ്യായം 27-ാമത് വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, 27-ാം വാക്യം, സ്തോത്രം, 26-ാം വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകും. ഇനി 28-ാം വാക്യം, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെതായിരിക്കുന്ന അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിലൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം ഇത്രാം മണിക്ക്, ഇത്രാം മിനിറ്റിൽ, ഇത്രാം സെക്കൻഡിൽ കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല. പക്ഷെ പറയാം, സയൻസ് അടയാളങ്ങൾ ധാരാളം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കിയാൽ കർത്താവിന്റെ വരവ് എമ്മാത്രമായി എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും.
നമുക്കറിയാം, അതിപ്രധാനമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. മറ്റുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്, ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ആധികാരികമായി പറഞ്ഞത് നമ്മുടെ കർത്താവ് തന്നെയാണ്. തന്റെ മടങ്ങി വരവിനെ കുറിച്ച് തന്റെ അരുമ ശിഷ്യന്മാരുമായി സംസാരിച്ച പല വേളകൾ, പല സന്ദർഭങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലൊരു അതിപ്രധാനമായ സന്ദർഭമാണ് ഒലിവുമലയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരുമായി സംഭാഷിക്കുന്ന ആ സംഭാഷണം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരുമായി താനെ സംഭാഷിക്കുമ്പോൾ ശിഷ്യന്മാർ തന്നോട് പറഞ്ഞു, അങ്ങോട്ട് നോക്കിയാട്ടെ കർത്താവേ, ആ ദേവാലയം കണ്ടില്ലേ, എത്ര മനോഹരമായിരിക്കുന്നു. ഹേരോദാവ് പണിയിച്ചുകൊണ്ടിരിക്കുന്ന, നീണ്ട 46 വർഷങ്ങളായി പണിതുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദേവാലയത്തിന്റെ ആ മനോഹരിത കർത്താവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാര് പറഞ്ഞു, അങ്ങൊന്ന് ശ്രദ്ധിച്ചാട്ടെ, എത്ര മനോഹരമായ ദേവാലയം. കർത്താവ് ഉടനെ മറുപടി പറഞ്ഞു, മനോഹരമാണെങ്കിലും അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന ദിവസങ്ങൾ വരികയാണ്. കർത്താവ് വളരെ വ്യക്തമായി ആ ദേവാലയത്തിന്റെ മനോഹരത ശിഷ്യന്മാര് പറയുമ്പോൾ തന്നെ അതിന് സംഭവിക്കുവാൻ പോകുന്ന ആ അധപ്പതനത്തെ കുറിച്ച്, തകർച്ചയെക്കുറിച്ച് കർത്താവ് വ്യക്തമായി പറയുകയുണ്ടായി. നാം അവിടെ ഇങ്ങനെ വായിക്കുന്ന ഒരു പദമുണ്ട്, കർത്താവ് എന്ത് ചെയ്തു? യെരുശലേമിനെ നോക്കി കരഞ്ഞു എന്നാ വായിക്കുന്നത്. കാരണം വരുവാൻ പോകുന്ന തകർച്ചകളെ മുന്നമേ കണ്ടുകൊണ്ട് കർത്താവ് യെരുശലേമിനെ നോക്കി, ദേവാലയത്തെ നോക്കി കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. നമുക്കറിയാം, മാനുഷികമായ കണ്ണുകൾക്ക് മുൻപിൽ അത് മനോഹരമാണ്, പുറമേ കുഴപ്പമൊന്നുമില്ല, കണ്ടാൽ എത്ര സുന്ദരം. അതിനകത്ത് നടക്കുന്നതായിരിക്കുന്ന ആരാധനയും ആചാരങ്ങളും ചടങ്ങുകളും വളരെ മനോഹരമാണ്. പുരോഹിതന്മാർ ഒന്നല്ല, 2 പേരന്ന് അവിടെയുണ്ട്. ആ ക്രമീകരണം അനുസരിച്ചുള്ള യാഗങ്ങളും ആരാധനകളും നടക്കുന്നുണ്ട്. പെരുന്നാളുകളുണ്ട്, ചിട്ടകളും ചട്ടങ്ങളും ജപങ്ങളും തപങ്ങളുമുണ്ട്. പക്ഷേ യഥാർത്ഥമായി അതിന് വന്നു ഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് എന്റെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി. അതങ്ങനെ ആയിരിക്കുകയില്ല. സുമാർ ഒരു 40 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് AD 70 അത് സംഭവിച്ചു. തീസോസ് കൈസർ എന്ന് പറയുന്ന ചക്രവർത്തി യെരുശലേം ദേവാലയത്തെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ അടിത്തറ വരെ ഉഴുത ചരിത്രം ഇന്നും ചരിത്രമായി കിടക്കുകയാണ്. അതിനെക്കുറിച്ച് സവിസ്താരമായി ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, എന്റെ കർത്താവ് ആ ദേവാലയത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആമേൻ അന്വർത്ഥമായി അത് വ്യക്തമായി നിറവേറപ്പെടുവാനിടയായി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം അറിയണം. അങ്ങ് പറഞ്ഞല്ലോ ദേവാലയം തകരും, അങ്ങ് മടങ്ങി വരും, ഇതൊക്കെ സംഭവിക്കുമെന്നൊക്കെ അങ്ങ് പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള ചില അടയാളങ്ങൾ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയണം അങ്ങ് എപ്പോഴാ വരുന്നത്, അങ്ങയുടെ വരവ് എപ്പോഴായിരിക്കും, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നറിയണം. ഞങ്ങൾ അങ്ങയുടെ കൂടെ ഇറങ്ങിയവരല്ലേ, അങ്ങയുടെ ശബ്ദം കേട്ട് പലതും വിറ്റും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയവരാ ഞങ്ങൾ. പടക് വിട്ടു, വല വിട്ടു, പല സാഹചര്യങ്ങൾ വിട്ടു, ഇതെല്ലാം കളഞ്ഞ് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയെങ്കിൽ അങ്ങ് മടങ്ങി വരുന്നതിനെ കുറിച്ചും അങ്ങയുടെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട സംഭവങ്ങളെ കുറിച്ചും ഞങ്ങൾക്കൊന്നറിയണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സവിസ്താരമായ ഒത്തിരി ചിന്തകൾ അതിനകത്തുണ്ട്. അതെല്ലാം വിശദീകരിക്കുവാൻ എന്റെ മുൻപിൽ സമയമില്ല. ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്ന ഒരേ ഒരു വിഷയം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ മടങ്ങി വരവിലും സംഭവിക്കും. ശ്രദ്ധിക്കണം, നോഹയുടെ കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ടോ, ഉണ്ടായിരുന്നോ? ചിലർക്ക് ഇന്നും അത് സംശയമുണ്ട്. എന്നാൽ ചരിത്രപരമായ തെളിവുകൾ പോലും നോഹയുടെ കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് യേശുക്രിസ്തുവിന് മുമ്പ് 3000-നും 2800-നും 3000-നും ഇടയിലുള്ള BC കാലയളവായിരുന്നു നോഹയുടെ കാലയളവ് എന്ന ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നോഹയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ കപ്പലുണ്ടാക്കി വെള്ളപ്പൊക്കം വന്നു, ആ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചരിത്ര സംഭവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ
ഒരു കാര്യം ആദ്യമേ തന്നെ ഈ സംഭവം ഞാൻ ദൈവവചനത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നതിന് മുമ്പ് ചരിത്രപരമായ ചില തെളിവുകൾ ഇതിന്റെ പിറകിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗിൽഗിമേഷിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു കളിമൺ ലിഖിതത്തിൽ നിന്ന് ലഭിച്ച ചില തെളിവുകൾ, ആ തെളിവുകളെ കുറിച്ച് യൂഫ്രട്ടീസ് നദീതീരത്ത് കണ്ടെത്തിയ കളിമൺ ഫലകങ്ങളിൽ നിന്ന് ഇതിഹാസം ഗിൽഗിമേഷ് രാജാവ് മെസപ്പൊട്ടോമ്യ രാജ്യവുമായി ബാബിലോണിലെ ഉറൂഖ് എന്ന രാജാവായിരുന്നു അന്ന് മെസപ്പൊട്ടോമിയയിൽ. മനുഷ്യ ഉബാർത്തുവിന്റെ മകനെ, ഈ വീട് പൊളിച്ചു നീ ഒരു വഞ്ചി ഉണ്ടാക്കുക. കളിമൺ ഫലകത്തിലെ പ്രളയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 നിലകളായിട്ട് അതിനെ വിഭജിക്കണം, 6 തട്ടുകൾ ഉണ്ടാക്കണം. അവസാനം അങ്ങനെയുള്ളൊരു പ്രളയമുണ്ടായെന്നും അത് നിമിഷ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ ഉറച്ചുമെന്നും പറയുന്ന ഒരു ചരിത്രഭാഗം കണ്ടുകിട്ടുവാൻ ഇടയായിട്ടുണ്ട്. ബാബിലോണിന്റെ ചരിത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ചരിത്രഭാഗമാണ് ഗിൽഗിമേഷിന്റെ ഇതിഹാസം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മറിച്ച് ദശാവതാരത്തിലെ കഥകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ഒരു ജലപ്രളയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. രാജാവ് 7 ദിവസത്തിനകം പ്രളയമുണ്ടാകുമെന്നും മനു രാജാവ് വലിയ തോണി ഉണ്ടാക്കി സപ്തഋഷികളെയും കയറ്റി രക്ഷപ്പെട്ടുകൊള്ളുക, മത്സ്യത്തിന് കൊമ്പ് മുളച്ച തോണി അതിൽ ഉറപ്പിച്ച് കേട്ടോ ആ ഹിമാലയ ശൃംഗത്തിലെത്തി മഹാമാരി ലോകം മുഴുവൻ ആ ജലപ്രളയത്തിലാണ്ടു, അവർ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ നിലകളിലുള്ള കഥകളും സംഭവങ്ങളുമൊക്കെ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ദശാവതാര കഥയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയണം, ഖുറാനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം വ്യക്തമാണ്. ഞാൻ ഇതിന്റെ ചരിത്ര ഭാഗം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു വരിക. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് നൂഹെന്ന് നീ നമ്മുടെ നിർദ്ദേശമനുസരിച്ച് കപ്പൽ പണിയുക, ഞാൻ അക്രമികളെ മുക്കിക്കൊല്ലുവാൻ പോകുന്നു, 1 ജോഡി വീതം കപ്പലിൽ സകലരെയും കയറ്റി വെള്ളം അവസാനം കപ്പലിന്റെ ഉയർത്തി ആ നിലകളിൽ ഒരു പർവ്വതത്തിൽ ചെന്ന് നിന്നു എന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഖുറാനിലുള്ള പ്രളയകഥയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയണം, ഈ നിലകളിൽ അനവധി പ്രളയകഥകളും സംഭവങ്ങളും ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടുവിട്ടു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് പഠിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവവചനത്തിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും വരും. നോഹയുടെ കാലത്ത് സംഭവിച്ച സംഭവങ്ങൾ എന്താ? അത് തന്നെ സംഭവിക്കുമ്പോൾ ഓർത്തോണം, കർത്താവിന്റെ വരവുമായി നാം അടുത്തു എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് തരുന്ന ഒരു തെളിവ്. നോഹയുടെ കാലത്ത് നടന്നത് എന്താ? അതിനെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ജനത്തിന്റെ അതിക്രമം വർദ്ധിച്ച് ജനം അങ്ങോട്ട് ദുഷ്ടത പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ കാലത്തെ സംഭവ ചരിത്രത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിഞ്ഞ ഒരു തലമുറ ദൈവത്തിനു വേണ്ടി ദൈവാരാധനയിലും ആത്മീക സത്യങ്ങൾക്കും വേണ്ടി നിലനിൽക്കണമെന്ന് എല്ലാ കാലത്തും ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവവചന സത്യങ്ങളെ വിട്ടുമാറി പാപം ചെയ്ത് ദൈവത്തിന് വിരോധമായി ദൈവം എന്തു പറഞ്ഞു അതിന് വിപരീതമായി അവൻ ദൈവകൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തെ നോഹയുടെ കാലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം പ്രത്യേകാൽ നോഹയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നുള്ളതാ. കൃപ ലഭിച്ചു. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനവധി ദുഷ്ടതകളും അനവധി വഷളത്വങ്ങളും വല്ലായ്മകളും തകർച്ചകളും പാപവും നിറഞ്ഞ ഈ പാരിടത്തിൽ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപ ലഭിച്ചു. ദൈവകൃപ
ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്കുള്ള പ്രത്യേകത എന്നറിയാമോ? ദൈവം നമുക്ക് കൃപ നൽകി എന്നുള്ളതാ. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹിക്കാനാവാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ആനുകൂല്യമെന്ന. എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നോക്കിയാൽ നാം ആരും ദൈവവും പാകെ യോഗ്യരല്ല. ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ നാം യോഗ്യരല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്ന അഖണ്ഡിതമായിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. പാപി ദൈവസന്നിധിയിൽ ഒരിക്കലും നിൽപ്പാൻ യോഗ്യനല്ല, അവൻ മരണയോഗ്യനാണെന്ന. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതുകൊണ്ട് മരണയോഗ്യരായിരുന്നു നാം. പാപം നമ്മെ കീഴ്പ്പെടുത്തിയിരുന്നു. പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന കഠോരമായ ശക്തിക്ക് വിധേയപ്പെട്ട മാനവജാതിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ അവൻ ആരല്ല? യോഗ്യതയുള്ളവനല്ല. എന്നാൽ മനുഷ്യൻ ഇന്ന് ദൈവസന്നിധിയിലേക്ക് നിലനിൽക്കുന്നതിന്, ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് പല നിലകളിലുള്ള കാര്യങ്ങളായി ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ പ്രാപിക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഒത്തിരി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം എന്ന് പറയുന്നത് നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പരിശുദ്ധനാണെന്നാണ് ദൈവം പറയുന്നത്. പരിശുദ്ധനായ ദൈവം. പരിശുദ്ധനായതുകൊണ്ട് തന്നെയാണ് പാപിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാത്തത്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ പാപിക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. ആ നിലകളിൽ പാപം ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? ആരും രക്ഷിക്കാനില്ലാത്ത ഒരു നിലവിളിയുടെ ശബ്ദമാണ് പാപിയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലതും അവൻ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിരിക്കുന്ന മോചനം അവന്റെ അകത്തലത്തിൽ വെളിപ്പെടുന്നില്ല. ആമേൻ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതാണ് അവന്റെ അകത്തലത്തിൽ നിന്ന് വെളിപ്പെടുന്ന ശബ്ദം. ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. എന്നിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തി, അതിൻ്റെതായിരിക്കുന്ന ഗതിവിഗതികൾ, കർമാദികൾ, ജന്മന കർമ്മണ. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദാവീദിന്റെ ഭാഷയിൽ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതുകൊണ്ട് തന്നെ ജന്മനാ ഞാൻ പാപിയാണ്. പാപമെന്ന് പറയുന്ന ഭയാനകമായ ശക്തി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്നുള്ളതാ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നൽകി തരുന്നതാണ് കൃപയെന്ന് പറയുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി നൽകിത്തരുന്ന ആനുകൂല്യമാണ്. നാം അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. കാരണം ദൈവം മഹാപരിശുദ്ധനായ ദൈവമാണ്. എന്നാൽ പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം ഒരു പാലം പണിതിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് ചെല്ലാനാ? പരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്തേക്ക്. പാപം മുഖാന്തരം അകന്നുപോയ മാനവജാതിയെ കുറിച്ച് ആമേൻ വാക്യങ്ങളൊക്കെ ഞാൻ സവിസ്താരമായി എടുക്കുന്നില്ല. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിയേക്ക് തിരിഞ്ഞിരുന്നു. ആമേൻ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. ആമേൻ. ആരാന്നറിയാമോ? മാനവജാതിയെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്ന ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ആ ദൈവികമായിരിക്കുന്ന കൃപയുടെ അനുഭവമാണ്. ആ കൃപ ലഭിച്ച ആളാണ് ആര്? നോഹ. അപ്പോ ശ്രദ്ധിക്കണമേ, ഈ ലോകം വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നോഹയുടെ കാലത്ത് സംഭവിച്ചതിനേക്കാൾ വലിയ സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് വളരെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയാം, ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന നിലയിൽ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6:11 ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞു. ശ്രദ്ധിക്കണം, ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞു.
നോഹയുടെ കാലത്ത് സംഭവിച്ചതാ. അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞു, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപം. ഇന്ന് വിദ്യാഭ്യാസം വർദ്ധിച്ചില്ലേ? വർദ്ധിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം എന്തുവാ? അയ്യോ, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? കഴിവില്ലാഞ്ഞിട്ടാണോ? ഇവിടെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ വർദ്ധിക്കാഞ്ഞിട്ടാണോ? അവന് എത്രയോ നേട്ടങ്ങളാണ് ഇന്ന് കരഗതമാക്കിയിരിക്കുന്നത്. പക്ഷേ അവന്റെ അകത്ത് കുടികൊള്ളുന്ന പാപത്തിന്റെ ഭയാനകത ഇന്ന് അനുദിനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രയോ സംഭവങ്ങളാ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാള് 4 പേരെ കൊന്ന ചരിത്രം. അതിലൊരുത്തം മരിച്ചിട്ടില്ല, 3 പേര് മരിച്ചുപോയി. തല്ലിക്കൊല്ലുക, രക്തദാഹിയായി പ്രതികാരം ചെയ്യുന്ന മനുഷ്യൻ കണ്ടോ? ദൈവസ്നേഹമോ ഭയമോ ക്ഷമയോ ഒന്നുമില്ലാതെ മനുഷ്യന്റെ അകത്തുള്ള ആ വിചാരങ്ങൾ, പാപത്തിന്റെ കനീഭവിച്ച ശക്തികൾ, സ്വന്തം സഹോദരനെ, സ്വന്തം അയൽക്കാരനെ, സ്വന്തം സ്നേഹിതനെ കൊല്ലുവാൻ തക്കവണ്ണം അവന് നേരെ പ്രയോഗിക്കുന്ന ശക്തികളെ ഇന്ന് നാം കാണുന്നില്ലേ? എന്തിനേറെ പറയണം, സ്വന്തം ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ കഴിയുന്ന മനുഷ്യൻ. എന്തിന്? സ്വന്തം അമ്മയെ ഓമനിച്ച് 10 മാസം കൊണ്ട് നടന്ന് വളർത്തി. അല്ല പോരാ, ആ കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് വെച്ച് വേണ്ടതെല്ലാം കൊടുത്തു വളർത്തി. ആ കുഞ്ഞ് അവസാനം എന്ത് ചെയ്യുന്നു? ഈ മാതാവിനെ വെട്ടിക്കണ്ടിച്ച് കൊലപ്പെടുത്തുന്നു. എന്തൊരു സംഭവം! ഗർഭത്തിൽ വളർത്തിയെടുത്ത ശിശുവിനെ കിണറ്റിലെറിയുന്ന മാതാവിനാ ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറയുമ്പോൾ നടത്തുന്ന കാര്യങ്ങൾ കണ്ടോ? അടുത്ത നാളിൽ നടന്നൊരു സംഭവം, കിണറ്റിലെറിഞ്ഞേച്ചു പോയി, വഴിയിലിട്ടേച്ചു പോയി. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയണം, മനുഷ്യന്റെ വാഷളത്വം വളരെ വർദ്ധിച്ചു പോയി. ദൈവഭയം എന്ന് പറയുന്നേയില്ല. ദൈവത്തെ വേണ്ട, ദൈവവചനത്തെ വേണ്ട, ദൈവാലോചനയെ വേണ്ട. ദൈവവചനത്തെ നിരസിക്കുന്ന മനുഷ്യൻ പാപത്തിന്റെ കനീഭവിച്ച ശക്തിയിലൂടെ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കും ഇമ്പങ്ങൾക്കും മാത്രം, ലൈംഗിക വൈകൃതങ്ങൾക്ക് മാത്രം ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കഠോരമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന അതിൻ്റെതായിരിക്കുന്ന ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് എന്തും ഏതും പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യനെയല്ലേ എവിടെ ചെന്നാലും കാണുവാൻ കഴിയുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ വഷളത്വം വർദ്ധിച്ചു, അവന്റെ ദുഷ്ടത വർദ്ധിച്ചു. ഇങ്ങനെ ദുഷ്ടത വർദ്ധിക്കുന്ന ഒരു കാലമുണ്ടാകുമ്പോൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു സൈനായി, ഒരടയാളമായി നാം കാണേണ്ട ഒരു വിഷയം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എനിക്ക് ഓർപ്പിക്കുവാനുണ്ട്. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, ഈ നോഹയുടെ കാലത്ത് സംഭവിച്ച സംഭവങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം പലത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, പെരുകുന്ന അതിക്രമങ്ങൾ. അതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. ജാതിമത ഭേദമന്യേ ഇന്ന് അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയണം, ഭീകര തേർവാഴ്ചകൾ അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഭീകര ആക്രമണങ്ങളുടെ കണക്കൊന്നെടുത്ത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 993 മാർച്ച് 12 ബോംബ് സ്ഫോടനം നടന്നു. 98 ഫെബ്രുവരി 14 കോയമ്പത്തൂർ സ്ഫോടനം നടന്നു. 2001 ഡിസംബർ 11 ഡൽഹി പാർലമെന്റ് മന്ദിരത്തിൽ സ്ഫോടനം നടന്നു. 2002 സെപ്റ്റംബർ 20 ഗുജറാത്തിലെ അർഷദാം അമ്പലത്തിൽ സ്ഫോടനം നടന്നു. 2023 ആഗസ്റ്റ് 25 ബോംബെ ഗേറ്റ് വേയിലും സവാരി ബജാറിലും സ്ഫോടനം നടന്നു. 2025 ജൂലൈ 29 വാരണാസിയിൽ എക്സ്പ്രസ് ട്രെയിനിൽ സ്ഫോടനം. 2005 ഒക്ടോബർ 29 ന്യൂഡൽഹിയിൽ. 2006 ജൂലൈയിൽ ബോംബെയിൽ. 2007 ഫെബ്രുവരി 19 പാനിപ്പട്ടിൽ സംജാത എക്സ്പ്രസിൽ സ്ഫോടനം. 2027 മെയ് 18 ഹൈദരാബാദിലെ. 2027 ആഗസ്റ്റ് 25 ഇങ്ങനെ അങ്ങോട്ട് 2007 ഇങ്ങനെ അങ്ങോട്ട് എണ്ണി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ, അയ്യോ, സ്ഫോടനത്തിന്റെ ഒരു നീണ്ട പരമ്പര. നിരപരാധിയായ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച നമ്മൾ എത്രയോ കണ്ടതാ. എന്ത് ദോഷം ചെയ്തിട്ടാ? വഴിയാത്രയിലും
അല്ലാതെയും നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭീകരന്മാരുടെ തേർവാഴ്ചകൾ വിശുദ്ധ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് അങ്ങനെ സംഭവിക്കുകയാണ്. എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സിംഹത്തിന്റെ ശക്തിയോടുകൂടെ, പുലിയുടെ ബലത്തോടുകൂടെ അല്ല, ആ ഭീകരന്മാരുടെ തേർവാഴ്ചകൾ അതിൻ്റെതായ ശക്തിയോടുകൂടെ പുറപ്പെടുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. മനുഷ്യൻ ഒരു ദൈവമില്ലാതെ ഭീകരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ സംഭവങ്ങൾ എന്തുവാ? അനുദിനം വീടുകൾ കയറി മോഷണം നടത്തുന്നു. ആമേൻ. പോരാ, വീടുകളിൽ കയറിയാൽ അവർ ചെയ്യുന്ന ദോഷം എത്ര വലുതാ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനേറെ സ്വന്തം മരുമകളെ കൊല്ലുവാൻ ആമേൻ അമ്മായിയമ്മ തയ്യാറാകുന്നു. ആ മരുമകൾ സ്തോത്രം തിരിച്ചും ചെയ്യുവാൻ തയ്യാറാകുന്നു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഞാൻ എടുത്തുദ്ധരിക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഞാൻ പറഞ്ഞത് ഈ നിലകളിൽ ഭീകരമായ, ഭയാനകമായ, കഠോരമായ സംഭവങ്ങളെ കാണുമ്പോൾ ഓർത്തോണം, ഇതിന് നടുവിൽ ഈ ലോകത്തെ ഭരിക്കാൻ കഴിവുള്ള ഒരാളില്ല, ഇവിടെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളില്ല, ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മനുഷ്യൻ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ, ഈ ചെന്നായിക്കയുടെ നടുവിൽ ഒരു കൂട്ടം കുഞ്ഞാടുകളുണ്ട് കേട്ടോ. അത് പറയാനാ ഞാൻ വരുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞാടുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചെന്നായിയുടെ ശക്തി തനതായ നിലയിൽ വെളിപ്പെടാതെ നിൽക്കുന്നത്. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്ക് പലപ്പോഴും തിരിയത്തില്ല. ആമേൻ. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് രാവിലെ ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ തന്റെ ഇടമായിട്ട് പറയുന്നത്, ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമായി മുൻപോട്ട് പോകുവാൻ, ജനം സുരക്ഷിതമായി മുൻപോട്ട് പോകുവാൻ, ആമേൻ, ഇന്ന് സംഭവിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ആമേൻ വലിയ വ്യത്യാസം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ഈ ആമേൻ. പ്രത്യേകിച്ച് സ്തോത്രം ഈ റോസ് ഫാമിലിയിലുള്ളത്, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഞങ്ങളുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചു പറയുകയാണ്. ഭീകര ആക്രമണങ്ങൾ, ആമേൻ, നാളെ എന്ത് നടക്കുമെന്നറിയത്തില്ല. എന്തിനേറെ പറയണം, പ്രകൃതിയുടെ താള തെറ്റല് തന്നെ കണ്ടില്ലേ? നമുക്കറിയാം ഇന്ന് പ്രകൃതിയുടെ മാറ്റങ്ങൾ വളരെയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, വലിയ ഉൽക്കകൾ കടന്നു വന്നിട്ട് ഈ ഭൂമിയിൽ വന്ന് വീണ് വലിയ നാശം സംഭവിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കത്തക്ക നിലയിൽ സംഭവങ്ങൾ നടക്കാൻ പോകുകയാണ്. ഉപദേശിമാര് പറഞ്ഞതല്ല. ഈ ഭൂമി കത്തിക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണ്. ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ഇത് കത്തുമെന്ന് പറഞ്ഞത് ഇന്ന് ശാസ്ത്രജ്ഞന്മാരാ, ഞങ്ങളാരുമല്ല. ഇത് കത്തും. ഉൽക്ക വന്ന് വീണാൽ ഇവിടെ കത്തുമെന്ന് പറയുന്ന കണ്ടുപിടുത്തങ്ങൾ ഇന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്നു. പക്ഷെ വിശുദ്ധ ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ പറഞ്ഞു, ഈ ആകാശവും ഭൂമിയും ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിക്കും വേണ്ടി ഇവിടെ പാപം നിറഞ്ഞ ഈ പാരിടത്തെ പരിശുദ്ധനായ ദൈവം ക്ലീൻ ചെയ്യാൻ, ഇത് കത്തിച്ച് ഇതിന്റെ അവൻ അശുദ്ധിയെ മാറ്റുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ആമേൻ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സംഭവങ്ങളിൽ ലോകം വഴുതി മാറിക്കൊണ്ടിരിക്കുക. ആർക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റും? വലിയൊരു കൊടുങ്കാറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് പേരിടാവുന്നുള്ളതല്ലാതെ കാട്ടുതീ പടർന്നു പിടിച്ചു. കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസ് തുടങ്ങിയ വമ്പൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന കാട്ടുതീ, ആ തീയുടെ സംഭവം നമുക്കറിയാമല്ലോ. ഞാൻ എന്തിനു പറയണം? ഈ വലിയ കഴിവുള്ള രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? പലതും അവർ ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. തീയുടെ മുമ്പിൽ മനുഷ്യൻ നിർനിമേഷ ചിത്തനായി നിൽക്കുന്ന കാഴ്ച ആ ചിത്രങ്ങൾ കണ്ടവർക്കറിയാം. ഞാൻ പറഞ്ഞത്, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ പേരിടാനായിട്ട് പറ്റും, പ്രളയത്തിന് പേരിടാൻ പറ്റും. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യനൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
ഈ കാലയളവിലും ഇത്രയും സംഭവങ്ങളൊക്കെ ശക്തമായി വെളിപ്പെട്ടിട്ടും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം, ഇതിന്റെ മേൽ ചലിക്കുന്ന ഒരു ദൈവം, മനുഷ്യന്റെ പാപം വർദ്ധിച്ച് കുമിഞ്ഞു കൂടി ദുഷ്ടതയുടെ അളവ് വർദ്ധിച്ച് മനുഷ്യൻ ഇത്രയും ദോഷം ചെയ്ത് ഈ ഭൂമി കിറുകിറ കീറി കിടുകിട കിടുങ്ങി ഇത് മത്തനെ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അകൃത്യം ഇതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. അത് രാജ്യവ്യത്യാസം കൂടാതെ, അത് ദേശവ്യത്യാസം കൂടാതെ ദൈവത്തിന്റെ കരമാണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഇരുകാലി മൃഗം പോലെ മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ, സ്നേഹിതരെ, നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ശക്തമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയട്ടെ, നോഹയുടെ കാലം പോലെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ, നീ അകൃത്യത്തിൽ മരിച്ചാൽ, നീ പാപത്തിൽ മരിച്ചാൽ, പാപം നിന്നെ അതിൻ്റെതായ നിലയിൽ മരണത്തിലേക്ക് കൊണ്ടുപോയാൽ അതിന്റെ അവസാനം നരകവും നാശവുമാ. എന്നാൽ അതിനു മുമ്പ് നിന്നോടൊരു സദ്വർത്തമാനമുണ്ട്. അതാ നോഹ പ്രസംഗിച്ചത്, നീതിപ്രസംഗിയായ നോഹ. ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശം നീതിപ്രസംഗമാ. അനീതിക്കെതിരെ വെല്ലുവിളിക്കുന്ന പ്രസംഗമാ. നീതിയുടെ കാര്യമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ നീതിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടി, ഞങ്ങളോട് ആളുകൾക്ക് ഭയങ്കര വൈരാഗ്യമാണ്. മതം മാറ്റം വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പരശുവത്തിനൊക്കെ ചെന്നാൽ എന്തൊരു വൈരാഗ്യമാണെന്നറിയാമോ? എന്റെ സ്നേഹിതരെ, ഇതിനകത്ത് സത്യമുള്ളത് കൊണ്ടാ ഈ വൈരാഗ്യം നിനക്ക് വെളിപ്പെടുന്നത്. യഥാർത്ഥ സത്യത്തിനെതിരെ മിഥ്യ അതിൻ്റെതായിരിക്കുന്ന നിലയിൽ ശക്തിയോടെ പണം വിടർത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്, സത്യമുണ്ടെങ്കിൽ മിഥ്യയുണ്ട്, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നതാ. അതുകൊണ്ട് തന്നെ ദൈവവചന സത്യങ്ങൾ ശക്തമായി വെളിപ്പെടാതിരിക്കാൻ സാത്താൻ ഹൃദയങ്ങളെ കുരുടാക്കുക. ദൈവവചന സത്യങ്ങൾ വ്യക്തമായി ഇന്ന് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പരസ്യങ്ങളിലൂടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി നിന്ന് പ്രസംഗിക്കുക. അതിന്റെ കാരണം, ഈ സത്യം ഒരാളുടെയെങ്കിലും കർണപുടങ്ങളിൽ പതിയണം. ഇതറിയാതെ ആരും പോകരുത്. ഇവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഈ സത്യം, യേശു രക്ഷിക്കുന്നവനാണ്, ജീവിക്കുന്ന ദൈവമാണ്, പാപത്തിൽ നിന്ന് മോചിക്കുന്നവനാണ് എന്ന് ഒരാളെങ്കിലും അറിയണം. 10 പേർ അറിഞ്ഞില്ലെങ്കിലും ഒരാളെങ്കിലും അറിയണം. അതുകൊണ്ടാണ് ഈ സത്യം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കേൾക്കുന്ന സ്നേഹിത, ഈ നീതിയുടെ പ്രസംഗം, ഈ വചനത്തിന്റെ പ്രസംഗം, ദൈവത്തിന്റെ ദൂത് നോഹ പ്രസംഗിച്ചു. പക്ഷെ ഒരുത്തം പോലും കേട്ടില്ല. മഴ പെയ്യാൻ പോകുന്നേ, വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു. പാപം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല. ഇതിന്റെ മേൽ ദൈവം ന്യായം വിധിക്കും. ഒരു പ്രളയമുണ്ടാകും. നോഹ പ്രസംഗിച്ചു. പ്രസംഗം കേട്ടവര് പറഞ്ഞു, അയാൾക്ക് ഏതാണ്ട് പിരിപോയതാന്ന് പറഞ്ഞു. നോഹ ഈ സമയം നോക്കി തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരു വലിയ പെട്ടകം പണിയുക. ഗോഫർ മരം കൊണ്ട് വിശദീകരിക്കുന്നില്ല. പെട്ടകം പണിയുന്നത് ഒരു വശത്ത്, മറുവശത്ത് പ്രസംഗമാ ദൂത് പറയാ. പെട്ടകം പണിയുന്ന ആശാരിമാര് പറയാടാ, നമുക്ക് കിട്ടൂടാ, നമുക്ക് ചെലവിന് കിട്ടുന്നതല്ലേ, ഇയാൾക്ക് ഏതാണ്ട് ഈ പെട്ടകം പണിതാ വല്ലോ മഴ പെയ്യുവോ, ദൈവം മഴ പെയ്യുമെന്നും പറഞ്ഞ് പുള്ളി ഏതാണ്ട് കിടന്ന് ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നതാ ഇയാൾ ഈ പ്രസംഗിക്കുന്നത്, നമുക്ക് വൈകുന്നേരം കാശ് കിട്ടും, അതുകൊണ്ട് പണിതോടാ. അവന്മാര് പോലും വിശ്വസിച്ചില്ല. ഈ പണിയുന്നവൻ പണിയുക, എന്തിനാ പെട്ടകം പണിയുക. അവർക്ക് വിശ്വാസം വന്നില്ല. അവര് പറഞ്ഞു, ചുമ്മാതെ കാശിന് വേണ്ടി, നമ്മൾ കാശിന് വേണ്ടിയല്ലേ പണിയുന്നത്. പണിതു പെട്ടകം തീർന്നു. നോഹയുടെ പ്രസംഗം അങ്ങ് തീരാൻ തുടങ്ങുക. എല്ലായിടത്തും ചെന്ന് പ്രസംഗിച്ചു. മഴ പെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. ആളുകളെല്ലാം പറഞ്ഞു, താൻ പോടൂ, തന്റെ പ്രസംഗം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഇരിക്കെ സമയം വന്നു കേട്ടോ. നോഹയോട് പറഞ്ഞു, എന്താ പറഞ്ഞു, സകല ജീവജാലങ്ങളിലും ഈ 2 പേരെ കയറ്റാൻ പറഞ്ഞു. ജീവജാലങ്ങളിലെ എല്ലാത്തെയും കയറ്റി. നോഹയും കുടുംബവും കയറാൻ പറഞ്ഞു. കയറി. യഹോവ വാതിലടച്ചു. ഞാൻ ചോദിക്കട്ടെ, നോഹയെ വാതിലടച്ചെങ്കിൽ കൊച്ചപ്പനൊക്കെ നിന്ന് കറങ്ങുമ്പോൾ നോഹ തുറന്നു കൊടുത്തേനെ. ഈ വാതിലടയ്ക്കുന്ന ദൈവമാണ്. അതെന്ന് തുറക്കാൻ പറ്റത്തില്ല, ആർക്കും തുറക്കാനൊക്കത്തില്ല. ദൈവം വാതിലടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കൃപയുടെ വാതിൽ തുറന്നു കിടക്കുക. സ്നേഹിത, ഇത് കൃപയുടെ യുഗമാ. ഞാൻ പറഞ്ഞല്ലോ, ദൈവം കൃപ നൽകുന്ന യുഗമാ. യേശുവിലൂടെ നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് ചിലരെ കൂടെ നയിക്കുന്ന സമയമാ.
ഇന്ന് രാത്രി ഈ സായാഹ്നവേള നിന്റെ വിടുതലിന്റെ സമയമാ. കൃപയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുക. എന്നാൽ ഇത് അടയാൻ ഇനി അധിക സമയമില്ല. ഇല്ല, നീ പരിഭവം പറഞ്ഞു, പരാതിയും പറഞ്ഞു, അവരെയും ചീത്ത പറഞ്ഞു, ഇവരെയും ചീത്ത പറഞ്ഞു, സുവിശേഷത്തെ എതിർത്ത് കല്ലെറിഞ്ഞ് ഇന്ന് രാത്രി സുവിശേഷത്തോട് വെല്ലുവിളിക്കുന്ന സ്നേഹിത, നിന്നോട് യേശുവിന്റെ നാമത്തിൽ പറയുക, ഇന്ന് രാത്രി നിന്റെ മാനസാന്തരത്തിന്റെ ദിവസമാ. ഇന്ന് സന്ധ്യാവേളയിൽ നിന്റെ വിടുതലിന്റെ ദിവസമാ. ഓർത്തോണം. ആമേൻ. ഓ, ഈ വാതിലടയുന്ന ഒരു സമയം വരാൻ പോകുക. ആമേൻ. നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ന്യായവിധിയുടെ ദിനം വരാൻ പോകുക. നീ വെള്ളത്തിൽ കടന്ന് കുഴയുന്നത് പോലെ ആമേൻ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു നിമിഷം വരും. നോഹ ഇത് പറഞ്ഞപ്പോൾ അവരാരും ഏറ്റെടുത്തില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ജനത്തിന് സംഭവിച്ചതെന്താ? വെള്ളത്തിൽ അവര് താഴുവാൻ തുടങ്ങി. വെള്ളത്തിൽ താഴുവാൻ നീന്തി തുടിച്ചു. ചിലര് പറഞ്ഞു പെരയുടെ പൊക്കത്ത് കയറിക്കോ, രക്ഷയില്ല. പെരപ്പൊക്കത്ത് കയറിയ പുള്ളികളുണ്ട്, പോസ്റ്റിന്റെ മണ്ടേ കയറിയവരുണ്ട്, തെങ്ങിന്റെ മണ്ടേ കയറിയവനും കാണും. എല്ലായിടത്തും കയറി നോക്കി. എവിടെ വെള്ളം മീനെ കയറിയെന്നേ, വെള്ളം പൊങ്ങിയെന്നേ. വെള്ളം പൊങ്ങിയാ രക്ഷപ്പെടുവോ? പൊങ്ങി പൊങ്ങി കയറാവുന്നിടത്തെല്ലാം കയറി നോക്കി. ഇതൊന്നും നീ കയറണ്ടായിരുന്നല്ലോ. നീ ആ പെട്ടകത്തിനകത്ത് ഈസിയായിട്ട് കയറാൻ മേലേ. എവിടൊക്കെയാ കയറുന്നറിയാവോ? പെട്ടകത്തിൽ കയറാൻ പറഞ്ഞാൽ കയറത്തില്ല. യേശുവിനെ വിശ്വസിക്കുക, പാപമേറ്റ് പറ, ദൈവമതനാകെ. നിസ്സാരമായി നീ ഒന്ന് യേശുവിന്റെ മുമ്പാകെ ഒരു സത്യകുംഭസാരം നടത്തുന്നോ? അതിന് സമയമില്ല. പിന്നെ കയറാന്നിടത്തെല്ലാം കയറിക്കൊള്ളുക. എവിടൊക്കെ പോകാമോ അവിടെ എല്ലാം പോയി കയറുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ മേളിലും കയറും വെള്ളം. അന്നേരം നിനക്ക് മനസ്സിലാകും ഈ കയറിയതെല്ലാം വെറുതെയായെന്ന് മനസ്സിലാകും. വെള്ളം പൊങ്ങി. പക്ഷെ പെട്ടകത്തിനകത്തിരിക്കുന്ന ജനം ആത്മാവിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകത്തിൽ കയറിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിനെ ആമേൻ ദൈവത്തിന്റെ പെട്ടകമായി ദൈവം നമ്മോട് നിയമം ചെയ്ത് ഈ ലോകത്തിലേക്ക് ആമേൻ ദുഷ്ടത നിറഞ്ഞ ലോകത്തിലേക്ക് അയച്ചത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. ആമേൻ ജീവിതത്തിൽ യേശുവിനെ ഏറ്റെടുത്ത ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ആമേൻ നമുക്കുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ പ്രത്യാശയോടെ യാത്ര ചെയ്ത് നിത്യതയോടെ തീരം മുഴുകാൻ കഴിയുന്ന ആ നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് വാഴുവാൻ കഴിയുന്ന അപ്പോൾ സുദിനം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടാണ് അനുദിനം അവർ യാത്ര ചെയ്യുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. നാം എല്ലാം ഇങ്ങനെ പാടാറുണ്ട്. പ്രത്യേകിച്ച് മരണ വീട്ടിലാ പാടുന്നത്. എന്താ പാടുന്നേ? അകയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. പലരുടെയും ധാരണ മരണ വീട്ടിൽ പാടുന്ന പാട്ടാണ്. അല്ല. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നെന്ന് പറഞ്ഞ ജീവിതത്തെ കർത്താവുമായി ഒരുമിച്ച് ഉടമ്പടി ചെയ്ത് നീ ദൈവസന്നിധി തീരുമാനമെടുത്ത് വന്ന അന്നാണ് നിന്റെ ജീവിതത്തിൽ സ്വർഗയാത്ര ആരംഭിക്കുന്നത്. അന്ന് വരെ പാപത്തിന്റെ വഴി ജീവിച്ച നിന്റെ ജീവിതം യേശുമായുള്ള ബന്ധത്തിൽ നീ ആരംഭിക്കുന്ന യാത്രയാണ് സ്വർഗയാത്ര. അവരാണ് പാടുന്നത്, ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ അവൻ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദൈവ പൈതലിന്, ക്രിസ്തുവിനായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ധൈര്യത്തോടെ പാടുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എന്റെ കർത്താവിന്റെ മുഖം കാണുവാൻ ഇനി അധിക ദിവസമില്ല. എന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ, എന്റെ വേദന, എന്റെ നിരാശ മാറ്റുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. ഈ ധൈര്യമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടത നിറഞ്ഞ പാവം നിറഞ്ഞ ലോകത്തിൽ തകർന്നു പോകാതെ ഇന്ന് ഈ സന്ധ്യാവേളയിൽ ദൈവം നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൃപ നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. ഈ കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ആരാധിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളാ. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാമോ അത് ചെയ്യണം. ഈ ദിവസങ്ങളിൽ മരവിച്ച് ക്ഷീണിച്ച് മന്ദിഭവിച്ചിരിക്കാനല്ല. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ദിവസങ്ങളിൽ ശക്തിയോടെ ജനം എഴുന്നേറ്റ് വരണം. ഒരു അന്ത്യകാല ശുശ്രൂഷയുടെ ദിനങ്ങളാ, ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടേണ്ട ദിനങ്ങളാ. അതുകൊണ്ട് ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്നു, ശക്തിയോടെ മുൻപോട്ട് വരിക, ആത്മാവിൽ മുൻപോട്ട് വരിക, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി മുൻപോട്ട് വരിക. ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഒരു തീരുമാനമെടുക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നോഹയുടെ കാലം പോലെ ഒരു കാലത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവിന്റെ മടങ്ങി വരവും
ആ പ്രത്യാശയും ഞങ്ങളുടെ അകത്തുള്ളതിനായി സ്തോത്രം. ഇത് പ്രാപിക്കുവാൻ കഴിയാതെ പാപത്തിൽ ജീവിക്കുന്ന ചിലരെങ്കിലും യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ കൃപ ചെയ്യണമേ. അങ്ങോട്ട് ഈ വചനം ശക്തിയോടെ അവരോട് ഇടപെടണമേ. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വിടുതൽ നൽകണമേ. ഈ പെട്ടകത്തിലായിരിക്കുന്നവർ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ കാലങ്ങളിൽ അവിടുന്ന് കൃപ ചെയ്താട്ടെ. എല്ലാം കൊണ്ട് മാനിച്ചാട്ടെ. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. തുടർന്നും നിന്റെ നാമം അവിടുന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.